ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ അതിൽ 2 വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള ഡാസ്ലറിൻ്റെയാണ്. ഡാസ്ലർ എന്താ പറയുക, നല്ല അഫോർഡബിൾ പ്രൈസാണ്. അത് മാത്രമല്ല നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിലൊരുവിധം എല്ലാ കളേഴ്സും സൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡസ്കി സ്കിൻ ടോൺ, ഡസ്കി ടു മീഡിയം, നല്ല കളേഴ്സാണ് അധികവും ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ 2 ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മാൾസിൻ്റെ ഈ അടുത്ത് ഞാനൊരു ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷെയ്ഡിൻ്റെ നെയിം ഓർമ്മയില്ല, പക്ഷെ അത് ഡസ്കി ടു മീഡിയം ഓക്കെ ആണെന്ന് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വാങ്ങി സംഭവം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് തീരെ അത് അങ്ങോട്ട് സൂട്ടാവുന്നില്ല. ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ പേര്, സൂപ്പർ സ്റ്റാർ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ മാൾസിൻ്റെ വേറൊരു ലിപ് ഷെയ്ഡ്, ഇത് വന്നിട്ട് ചോഡസ് ഗേൾ 03. അപ്പോൾ 4 ഉണ്ട് നമുക്കിന്ന് റിവ്യൂ നോക്കാനായിട്ട്. അധികവും നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ നോക്കുമ്പോൾ ഡസ്കി സ്കിൻ ടോണുകാർക്ക് ലിപ്സ്റ്റിക്ക് സൂട്ടബിളായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ പിന്നെ പൊതുവായിട്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പോൾ എന്തൊരു ലിപ്സ്റ്റിക്ക് എടുത്താലും അതൊരു ബ്രൗണിഷ് ഷെയ്ഡ്, ഒരു മെറൂൺ ആ ഒരു ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാം. ഏകദേശം ഏറെക്കുറെ എല്ലാം ഒരേപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഷെയ്ഡുകളാണ് എൻ്റെ സ്കിൻ ടോണിന് സൂട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ ലിപ്സിന് ഓൾറെഡി നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില കളേഴ്സ് ഇപ്പോൾ എനിക്ക് എൻ്റെ സെയിം സ്കിൻ ടോണുള്ള ആളുകൾക്ക് പറ്റുന്നത് ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല. അത് ഈ പിഗ്മെൻറ്റേഷൻ കാരണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കുമ്പോൾ ഒരുവിധം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ മേടിക്കണമായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ കിടക്കും. അപ്പം നമുക്കിതിൽ ആദ്യം തന്നെ മാൾസിൻ്റെ നോക്കാം. മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് പറയുമ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യാം. പക്ഷേ സംഭവം ഇതെന്തായാലും നല്ല ഒരു ക്രീമി ടെക്സ്ചറുള്ള ലിപ്സ്റ്റിക്കാണ്. നന്നായിട്ട് നമ്മളെ ലിപ്പിനൊക്കെ കവറേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി പോകുന്നുണ്ട്. പക്ഷേ നല്ലൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് കണ്ടോ, അത് ഇങ്ങനെയായിരിക്കുന്ന ഇതിപ്പോൾ ഇതാണ് ഷെയ്ഡ്, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതെൻ്റെ അടുത്ത് പൊതുവെ ഇല്ലാത്തൊരു ഷെയ്ഡാണ്. അതുപോലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിട്ടാൽ ചുണ്ടങ്ങനെ എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആക്കുന്നില്ല, എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതിലൊരു ഒരു ഒരു ഓയിൽ പോലെ ഇതിങ്ങനെ കിടക്കും. അത് നമുക്കിങ്ങനെ അറിയാം, നമ്മളിങ്ങനെ ലിപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് അപ്പം നമുക്ക് മാൾസിൻ്റെ തന്നെ നോക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു റെഡ് പോലത്തെ എന്നാൽ റെഡ് അല്ലാവാനും അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതാണ് അപ്പോൾ ഈ ഷെയ്ഡ്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ റെഡ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ മുഖം ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. കൊള്ളാം. ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡ്രൈ അങ്ങനെയല്ല, ആ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് അത് സെറ്റ് ആവുന്നുണ്ട് നമ്മളെ ലിപ്സിൽ. അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് പോകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇട്ട ഷെയ്ഡ് ഉണ്ടല്ലോ, ഞാനത് തുടച്ച് കളയുമ്പോൾ എന്നിട്ട് പോലും അതിൻ്റെ ആ ഒരു ടിൻ്റ് എങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്.
കൊള്ളാം. ഡെയിലി വെയറിനൊക്കെ നമുക്ക് പറ്റും. രാവിലെ ഇട്ട വൈകുന്നേരം വരെ അവിടെ സെറ്റായി അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡാസ്ലറിൻ്റെ 32 ആണ്. ഇത് വന്നിട്ട് ഏകദേശം ഡാസ്ലറിൻ്റെ 30 യൂസ് ചെയ്ത ആളുകൾക്കറിയാം. അത് ഏകദേശം ഈ ഒരു അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്കല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പനി ആയതുകൊണ്ടേ മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ ഇങ്ങനെ ഒച്ചയും വിളികളൊക്കെ കേൾക്കാം. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. എത്രയൊക്കെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാലും രണ്ടുപേരും ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഷെയ്ഡ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കര ഒരു ക്രീമി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കവറേജും അതുമാത്രമല്ല കുറച്ചധികം നേരം ലോങ് ലാസ്റ്റിങ്ങും ഒക്കെയാണ് സംഭവം. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ്, നമ്മുടെ ഡാസ്ലറിൻ്റെ 32. ഡാസ്ലറിൻ്റെ ഷെയ്ഡുകൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 34 ഡാസ്ലറിൻ്റെ 34 എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് ഡാസ്ലറിൻ്റെ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പ് തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന ഷെയ്ഡല്ല, പിന്നെ അത് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ടൈം വാങ്ങുമ്പോൾ അത് തമ്മിൽ എൻ്റർലി നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഷെയ്ഡ് തമ്മിൽ. പക്ഷെ എന്നാലും നല്ല ഷെയ്ഡാണ് രണ്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റായിട്ടുണ്ട്. അധികം നമ്മളെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആക്കുന്നൊന്നുമില്ല. പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള പോലത്തെ ഒരു ഫീലാണ് ഇട്ട് കഴിഞ്ഞാൽ. അടുത്തത് വന്നിട്ട് ഡാസ്ലറിൻ്റെ പുതിയൊരു ഷെയ്ഡാണ്. 51 ആണിത്. ഇത് നമ്മൾ ഡാസ്ലറിൻ്റെ 34 ഷെയ്ഡിനെ കൊണ്ട് പറഞ്ഞ പോലെ ഏകദേശം ആ ഒരു ടൈപ്പാണ്. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെയ്ഡുകൾ കേട്ടോ. ഇത് നമ്മൾ നല്ലൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈനൊക്കെ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ കുറേ ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ടുണ്ട്, ചുണ്ടൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ ലിപ്സ്റ്റിക് ഇടുന്ന നമ്മുടെ ആ ചെറുപ്പത്തിൽ ആ ഒരു സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ മടിയാണ്. പക്ഷെ ഇപ്പം എത്ര ഇട്ടാലും അങ്ങ് ആവാത്ത പോലത്തെ ഒരു ഫീലാണ്. പണ്ട് ഈ ഗോൾഡൊക്കെ വാങ്ങിയാൽ കിട്ടുന്ന ഒരു ചെറിയൊരു ഇതില്ലേ കടലാസ്, ഒരു റോസ് കളറ്, അതൊക്കെ വെള്ളമാക്കിയിട്ട് കുറേ തേച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ ലിപ്സ്റ്റിക്കേ ഒരു ക്രേസായി. അപ്പോൾ ഇത് കണ്ടോ, ഇതും നല്ല ഷെയ്ഡാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക് കൂടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയി. മാർസിൻ്റെ സൂപ്പർ സ്റ്റേ 03 ഷെയ്ഡ് സ്പിരിറ്റ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നന്നായിട്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ക്രയോൺസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് വന്നിട്ട് അടിപൊളിയാണ്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തന്നെയാണ്. ഓവർ ഡ്രൈയിങ് ഒന്നുമല്ല, പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്. അപ്പോൾ എനിക്ക് പകരം ജസ്റ്റ് ഇത് കാണിക്കാനായിട്ട് എൻ്റെ മോളിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അവളിട്ട് കാണിച്ചു തരും. അപ്പോൾ അവളെന്തായാലും നല്ല ഭംഗിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കാണിച്ചു തരാം, നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഷെയ്ഡ്, നല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതും നമുക്ക് ട്രൈ ചെയ്യാം. ഇവരുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ മാർസിൻ്റെ ഇതേപോലത്തെ ക്രയോൺസ് പല അടിപൊളി കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ 3ാമത്തേതോ അങ്ങനെ എന്താണ് ഇതിൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ഇങ്ങനത്തെ നല്ല എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ തന്നെ ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഈ മാർസിൻ്റെ
ഈ മാർസിൻ്റെ മോസ് ലിപ്സ്റ്റിക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും അങ്ങനെ കിട്ടിയെന്ന് വരില്ല നമുക്ക്. ചിലത് നോക്കുന്നത് അവർ ചിലപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ ആദ്യമേ പറയാം, ഫിൽറ്റർ ആദ്യമല്ല അവസാനം പറയുന്നത്. എന്നാലും പറയുകയാണ്, ഇതിൽ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഒറിജിനൽ കളർ ഇതാണ്, ഒറിജിനൽ ഷെയ്ഡ് ഇതാണ്, ഇതിലൊരു വ്യത്യാസമില്ല, ഇതിങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ളത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ആയാലും പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും. ഇപ്പം എവിടെ പോയാലും നമുക്ക് ട്രയലിന് ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, അതൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പുതിയ കളക്ഷൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനിയും വരാം, ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയട്ടെ. അപ്പം ഞാൻ അടുത്തത് വരാം. ഡാസ്ലറിൽ തന്നെ ഒരുപാട് ഷെയ്ഡ് ഇനിയും നോക്കാനുണ്ട്. പക്ഷെ നമ്മൾ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഷെയ്ഡ്സ് ഏതൊക്കെയാണ്, ഇല്ലാത്തത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊരു ടെൻഷൻ വരും. അങ്ങനെ പോവാറാണ്. ഇത് ഞാനിവിടെ നമുക്ക് അടുത്ത് ജാംജും സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് 160 റുപ്പീസിനാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 200 അങ്ങനെ എന്തോ ആണല്ലോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാനതിൽ മെൻഷൻ ചെയ്യാം വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഈ വീഡിയോൻ്റെ ഈ ഒരു ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ വന്നപ്പോൾ കട്ടായതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമല്ലേ. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, എന്നാലും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.